ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനകം തൻ്റെ രണ്ട് മക്കളുടെ നല്ലൊരു ഭാവിക്കും നല്ലൊരു ജീവിതത്തിനും വേണ്ടിയിട്ട് അനന്തപുരിയിൽ തന്നെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെയും ആദിയുടെയും ഇടയിലുള്ള ആ ഒരു പിണക്കവും അകലിച്ചയും എല്ലാം മാറ്റാനും ഇവർ തമ്മിൽ ഒരുമിപ്പിക്കാനും ഒരു പേരക്കുട്ടിയെ തനിക്ക് താലോലിക്കണമെന്ന ലക്ഷ്യത്തോടെയൊക്കെ നമ്മുടെ കനകം ഓരോരോ പരിപാടികൾ ഓരോ ദിവസം ഏർപ്പെടുത്തുകയാണേ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നവ്യാണെങ്കിൽ കനകത്തിനൊപ്പം എല്ലാ കാര്യത്തിലും ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നവ്യയും കനകവും അടുക്കളയിൽ തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നയന വരുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഞാൻ പറഞ്ഞതിന് മുമ്പ് നിങ്ങളിത് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കണേ, എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും കുറച്ചൊക്കെ ഉണ്ട്, അതൊന്നും സാരില്ല, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നീ പോയിക്കോ. വേണ്ട വേണ്ട ഞാനും സഹായിക്കാം. വേണ്ടെന്നേ കഴിഞ്ഞു, എന്നാലും ചേച്ചി കൊണ്ടാണോ ചെയ്യിപ്പിക്കുന്നത്, ചേച്ചിക്ക് വയ്യാതിരിക്കുമല്ലേ, അതൊന്നും സാരമില്ല, അവളെ കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല, പിന്നെ ഞാനേ 3 പ്രസവിച്ചതാണ്, നീ അത് മറക്കരുത്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെയൊക്കെ ഉള്ളൂ, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ പോയി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നയന എന്നെ പറഞ്ഞു വിടാണ്. അങ്ങനെ നമ്മുടെ കനകവും അതുപോലെ തന്നെ നവ്യയും കൂടെ തകൃതിയായിട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡൈനിങ് ഹാളിൽ എല്ലാവരും തന്നെ വന്നിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശൻ പറയുന്നത്, ആഹാ ഇന്ന് ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ, സൂപ്പറാണല്ലോ, കാണാൻ തന്നെ എന്ത് രസമാണ്, എന്തൊക്കെ ഉണ്ടെന്ന് എന്നിങ്ങനെ നമ്മുടെ ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം വളരെ സന്തോഷത്തിൽ വന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് പെട്ടെന്ന് കനകം പറഞ്ഞിട്ട് ഞാൻ പറയാം അദൃശ്യമനെ ഞാൻ പറയാം, എല്ലാവേ ഈ അമ്മയുടെ കൈപ്പുണ്യ ഞാൻ പറയാവേ എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത്, മുരിങ്ങയ്ക്ക കറി, മുരിങ്ങയ്ക്ക തോരൻ, മുരിങ്ങയ്ക്ക പൊരിയൽ, മുരിങ്ങയ്ക്ക തക്കാളിയും കൂടെ ചാറ്, മുരിങ്ങയ്ക്ക വറുത്തത്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്, ഇതെന്താ ആകെ ഒരു മുരിങ്ങയ്ക്ക മയം, അത് പിന്നെ എന്നിങ്ങനെ കനകം പറയുമ്പോഴത്തേനും പെട്ടെന്ന് നവ്യ പറഞ്ഞത്, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടോ, ഞാനതിന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് മുരിങ്ങയ്ക്ക ഇഷ്ടമാണെന്നോ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ കനവും നവ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും അങ്ങനെ പരിഭ്രമിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്ന് മടിക്കാതെ പറഞ്ഞോ, മുത്തശ്ശന് വേണ്ടിയിട്ടോ, എന്തിന്, അത് പിന്നെ ഒരു വൈദ്യർ എന്നോട് പറഞ്ഞിരുന്നു, മുരിങ്ങയ്ക്ക കറിയും അങ്ങനെ മുരിങ്ങയ്ക്ക ചേർത്തുള്ള വിഭവങ്ങളൊക്കെ കഴിച്ചാൽ മുട്ടുവേദനയും അങ്ങനെ എല്ലാം കുറയുമെന്നൊക്കെ പറഞ്ഞിരുന്നേ, അതുകൊണ്ട് ഇവരുണ്ടാക്കിയതാണ്. ഏത് വൈദ്യർ, എപ്പോൾ പോയി, എന്നോട് പറയാതെ മുത്തശ്ശൻ ഇതെപ്പോഴാണ് പോയത്, അത് പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടതാടാ, വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല, അങ്ങനെ പോയി കണ്ടപ്പോൾ ചുമ്മാ ഞാൻ ഇവരോട് പറഞ്ഞപ്പോഴത്തേക്കിനും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇവരുണ്ടാക്കിയെന്നേ ഉള്ളൂ, നീ ഇരുന്ന് കഴിക്കുക എന്ന് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കുകയാണ്. പെട്ടെന്ന് ദേവയാനി പറയുന്നുണ്ട്, ഇവരുടെ സംസാരത്തിലേ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട്, ആദ്യം നീ എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ദേവയാനിയും പറയാൻ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അതേ സമയത്ത് രാത്രി ആകുമ്പോഴത്തേക്കിനും നമ്മുടെ കനക ആണെങ്കിൽ മുല്ലപ്പൂവായിട്ട് പോവുകയാണേ. ഇതിപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താ കനക മുല്ലപ്പൂ ഒക്കെ ആയിട്ട്, അത് പിന്നെ അവൾ ചോദിച്ചിരുന്നേ നയന, അപ്പോൾ നയനമുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മുത്തശ്ശി തന്നെ കൊണ്ട് കൊടുത്തോ എന്നിങ്ങനെ പറയാണ്. അതിനെന്താ ഇങ്ങനെ തന്നേരെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ആദ്യം കാണുന്നത്. പെട്ടെന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട്, എടാ ഇത് നയനമോക്ക് കൊടുത്തേര്, അവൾ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ റൂമിലേക്ക് പോവാണ്. ഇതേ സമയത്ത് നമ്മുടെ നയനയായിരിക്കും ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ്. നീ എന്താ ചെയ്യുന്നത്, ഇതെന്തിനാ ഐസൊക്കെ, എന്തായാലും നിങ്ങൾക്കല്ല, ഇത് വേറൊരു ആവശ്യത്തിന് എന്ന് പറയാണ്. പെട്ടെന്ന് നമ്മുടെ ആദ്യം ഇങ്ങനെ വല്ലാതൊരു ഒച്ച വെക്കുകയാണ്. പെട്ടെന്ന് ആദ്യം എന്തോ കണ്ടിട്ട് പെട്ടെന്ന് ഒച്ച വെക്കുമ്പോഴത്തേക്കിന് നയനയുടെ കയ്യിലുള്ള ആ ഒരു ഐസ് ക്യൂബ്സൊക്കെ ആദ്യയുടെ ദേഹത്തും നിലത്തും എല്ലാം അങ്ങ് വീഴുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ഇതെന്തായി കാട്ടിയെന്ന് ചോദിച്ചിട്ട് നടന്ന് വരുമ്പോഴത്തേക്കിനും ആയിരിക്കും ഐസ് ക്യൂബ്സിൽ തട്ടി ആദ്യം അങ്ങനെ മറിഞ്ഞ് വീഴുകയാണ്, നയനയും കൂടെ വീഴുകയാണ്. അങ്ങനെ ആദ്യയുടെ കയ്യിലുള്ള മുല്ലപ്പൂ എല്ലാം അവിടെ ഇങ്ങനെ വീഴുന്നതും തെറിച്ച് വീഴുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം പതിവ് പോലെ തന്നെ കണ്ണിലൊക്കെ നോക്കിയിരിക്കുന്നു. കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് എന്തായി കാട്ടേ, അപ്പോഴത്തേക്കിനുടനെ നയന പറഞ്ഞു, ഞാനാണോ, നിങ്ങളല്ലേ എല്ലാത്തിനും കാരണക്കാർ, നിങ്ങളല്ലേ ആദ്യം വന്നത് എന്ന് പറയുമ്പോഴത്തേനുടനെ ആദ്യം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ തലയിലോട്ടെല്ലാം കുറ്റം കൊണ്ടിട്ട് ഉള്ള ഐസ് ക്യൂബുകളെല്ലാം കൂടെ ദേഹത്തോട്ടും നിലത്തോട്ടും ഇട്ട് മനുഷ്യനെ തെന്നി വീഴ്ചതും പോരാ, നിനക്ക് എന്താ അസുഖം, മര്യാദയ്ക്ക് നിനക്ക് കിടന്ന് ഉറങ്ങിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ രണ്ടുപേരും ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ രാത്രിയിൽ രണ്ടുപേരും കിടക്കാൻ പോവാണ്. അങ്ങനെ നയന നല്ല ഉറക്കമായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ ആദിക്ക് അങ്ങ് ഉറക്കം വരണേയില്ല, എന്ത് ചെയ്തിട്ടും ആദിക്ക് ഉറക്കം വരണില്ല കേട്ടോ. അങ്ങനെ ആദ്യം അങ്ങനെ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നയനനെ കാണുമ്പോൾ നയനയുടെ അടുത്ത് പോകാനും ചെല്ലാനും ഒക്കെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വരികയാണ്. അങ്ങനെ നയനയുടെ അടുക്കൽ ഇങ്ങനെ മുഖത്തിനടുത്തോട്ട് ഇങ്ങനെ ആദ്യം ചിലപ്പോൾ പെട്ടെന്ന് നയന കണ്ണുറക്കുമ്പോൾ പേടിച്ചു പോവാണ്. പെട്ടെന്ന് ഒച്ച വെക്കുന്നുണ്ട്, എന്താ നോക്കുമ്പോൾ, അല്ല നീ ഉറങ്ങിയോന്ന് നോക്കാൻ ഞാൻ വന്നതാ, എനിക്ക് ഉറക്കം പറഞ്ഞില്ല, നിങ്ങൾക്ക് ഉറക്കം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്നെ എന്തിനാ ശല്യപ്പെടുത്തണേ, ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നിങ്ങനെ ഉടനെ നയനയും പറയാൻ കേട്ടോ.
അങ്ങനെ പിന്നെ ആദ്യം പോയി കിടക്കുകയാണ്. പെട്ടെന്ന് ആദ്യക്ക് ഉറക്കം വരണേയില്ല. അങ്ങനെ നയനേനെ നോക്കുമ്പോൾ നയന നല്ല ഉറക്കമായിരിക്കും. എന്ത് സുഖമായിട്ടാണ് കിടന്നുറങ്ങും. ബാക്കിയുള്ളവൻ്റെ ഉറക്കം പോയി, എന്തൊരു കഷ്ടമാണ് എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ആദ്യം നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ ആദ്യയുടെ മുന്നിലേക്ക് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത്. നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മനസാക്ഷിയോ? ആ പിന്നല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നും നടക്കില്ല, നിന്നെ കൊണ്ടൊന്നും ഒന്നും കൊള്ളത്തുമില്ല. ദേ നല്ല ലഡു പോലെ ഒരു പെങ്കൊച്ച് കട്ടിലേ കിടക്കുക, എന്നിട്ട് ആ പെങ്കൊച്ചിനെ ഇങ്ങനെ നീ വിട്ടുവച്ചിരിക്കുന്നല്ലോ. നിനക്ക് ജീവിക്കാനറിയില്ല, സന്തോഷം എന്താണെന്ന് നിനക്കറിയില്ല. എന്തായാലും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ സ്നേഹിച്ചോളാം, അവളെ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യയുടെ ഒരു ചെറിയൊരു രൂപമൊക്കെ ആയിരിക്കും. അങ്ങനെ ആദ്യം പെട്ടെന്ന് നമ്മുടെ നയനയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് ആദ്യയുടെ മനസാക്ഷി. ഇത് കാണുന്ന ആദ്യം പെട്ടെന്ന് തലകാണി എടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ. തലകാണി എടുത്ത് എറിയുമ്പോഴത്തേക്കിനും നയന എന്തിനാ ഞങ്ങൾ തലകാണി വെച്ച് എന്നെ അടിച്ചത് എന്നിങ്ങനെ നയന ചോദിച്ച് പെട്ടെന്ന് എണീക്കാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ മനസാക്ഷി അവിടെ നിന്ന് മാറിപ്പോയി കാണും. അങ്ങനെ ആദ്യം പറഞ്ഞിട്ട് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ബട്ടനാന്ന് വിചാരിക്കും, അതുകൊണ്ട് ഒന്നും പറയണ്ട, അത് പിന്നെ അറിയാതെ സംഭവിച്ചത്. നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇത് എന്താ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മുത്തശ്ശിയും വിളിക്കും കേട്ടോ, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എൻ്റെ ഉറക്കവും കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ നയനെ കുളിച്ചിട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ റൂമിൽ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് കനകം കയറി വരുമ്പോൾ റൂമിൽ മുഴുക്കെ മുല്ലപ്പൂവൊക്കെ കിടക്കുന്ന കാണുകയാണ്. അത് കാണുമ്പോൾ കനകത്തിന് ഒരുപാട് സന്തോഷമാണ്. എന്താ മോളെ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? അമ്മേ ഉറങ്ങിയില്ല, നല്ല ക്ഷീണമുണ്ട്. എനിക്ക് മനസ്സിലായി. പിന്നെ ഇതെന്താ മുല്ലപ്പൂ കിടക്കുന്നത്? അത് പിന്നെ അത് ആദ്യേട്ടൻ്റെ കയ്യിൽ നിന്ന് വീണതാ. കയ്യിൽ നിന്ന് വീണതല്ലേ? സാരമില്ല, നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി, അതാണല്ലോ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട്, എന്തായാലും കൊള്ളാം, അമ്മയ്ക്ക് സന്തോഷമായി മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകം അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കനകം തെറ്റിദ്ധരിക്കുകയാണ്. കാരണം ഇവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കനകത്തിൻ്റെ എല്ലാം പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷെ അതെല്ലാം തകിടം പറഞ്ഞു. അങ്ങനെ കനകൻ ചെന്ന് നവ്യോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ കനകം പറഞ്ഞിട്ട്, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെയും കൂടെ തന്നാൽ മതിയായിരുന്നു. ഒരു കുഞ്ഞിനെയും കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അവളോട് വിദ്വേഷമുള്ളവർക്ക് എല്ലാവർക്കും അവളോട് സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നുന്ന എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.